ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയല്ലേ കണ്ടിട്ട്. കുറേ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ ഇവക്കുട്ടി ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടോ. ഇവയുടെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പം കഴിഞ്ഞു വന്നപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പം വേറെ നല്ല നമുക്ക് ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ന്. അപ്പോൾ കൊച്ചിനാണെങ്കിൽ അടാറ് വിശപ്പ്. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് തക്കാളി റൈസ് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അത്ര സന്തോഷമില്ല. അങ്ങനെ ഞങ്ങൾ വന്നപ്പം നമ്മൾ അടുത്തുള്ള ബേക്കേഴ്സിൽ കയറിയിട്ട് കുറച്ച് ബേക്കറി പലഹാരങ്ങൾ നല്ലതല്ല, പക്ഷെ നമ്മൾ ഒരു ഏപ്രിൽ തൊട്ടിട്ട് ഇത്തിരി കൺട്രോൾ ചെയ്യും കേട്ടോ. ബേക്കറി പലഹാരങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് വിചാരിച്ചത്. വേറെ നല്ല കൊള്ളില്ല, ഹെൽത്തിന് കൊള്ളൂലെന്ന് അറിയാം. പക്ഷെ എന്ത് പറയാനാണ്, പിള്ളേരുടെ കാര്യം വരുമ്പോൾ നമ്മൾ വിട്ടുപോവാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അവിടെയാണെങ്കിൽ നല്ല നവ്യ ബേക്കേഴ്സ് കേട്ടോ, നല്ല നമ്മുടെ എന്താ പറയാ നോമ്പ് തുറയുടെ ഭാഗമായിട്ട് നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് വാങ്ങിച്ചു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി. അപ്പൊ നല്ല ചൂട് ചായയും പിന്നെ നമുക്ക് ടി വി ഒക്കെ കണ്ടിട്ട് കുറച്ച് സ്നാക്സ് കഴിക്കാമെന്ന് കരുതി. കുഞ്ഞു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ മൂവി ടൈം ഉണ്ടാവോ? ആ മൂവി ടൈം ഉണ്ടാവും. സേരക്കുട്ടിക്ക് നാളെ എക്സാം പഠിക്കുന്ന ഇരിപ്പുണ്ടില്ലേ, ഒന്നും പഠിച്ചിട്ടില്ല സുന്ദരി. സേരക്കുട്ടി ഈവനിങ്ങിൽ കുറച്ച് പഠിച്ചിട്ടോ, ബാക്കിയുള്ളത് കൊച്ച് പഠിപ്പിക്കും അല്ലേ? പഠിക്കില്ലേ? കൊച്ചിന് ചോക്ലേറ്റ് മതി കേട്ടോ. കൊച്ച് ഇങ്ങനെ അല്ലാത്ത ഫുഡൊന്നും കഴിക്കില്ല, ചോക്ലേറ്റ് ആണ് കൊച്ച് കഴിക്കുന്നത്. അപ്പൊ ഇവിടത്തെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു? കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇതില്ലേ എന്താ പറയാ പൊട്ടറ്റോന്റെ ബോണ്ട, അതുണ്ടായിരുന്നു. വെജ് പപ്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ എന്തൊക്കെയോ കുറെ ഐറ്റംസ് ഉണ്ട്. ഇവർക്ക് കുറെ റോളും ഇവർക്ക് പിസയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. വല്ലപ്പോഴും ഉള്ളോട്ട് ഇങ്ങനെ ഫാമിലി ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ചായ കുടിക്കാനുള്ള സമയം കിട്ടണേ. നമുക്ക് രാത്രി കിട്ടാറുണ്ട്, അല്ലാത്ത സമയത്ത് ഞങ്ങള് പുറത്തൊക്കെ പോയി ഇരുമ്പോ ലേറ്റ് ആവും. അത് നല്ലൊരു ശീലമല്ല. എനിക്കിഷ്ടം ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ടൊക്കെ രസമല്ല. നമ്മൾ എന്തെങ്കിലും കോമഡി പറയും, എന്തെങ്കിലും വളിപ്പൊക്കെ പറയും. പക്ഷെ അതൊക്കെ വല്ലപ്പോഴും കിട്ടുള്ളൂ. അപ്പൊ ഞായറാഴ്ച ആയപ്പം എല്ലാത്തിനെയും ഒരുമിച്ചൊക്കെ കിട്ടി. ഇവരുടെ അപ്പനെയാണ് മിക്കപ്പോഴും കിട്ടാത്തത്. അപ്പൊ പിന്നെ അങ്ങനെ കൂടെ ആയിക്കോട്ടെ എന്ന്. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഇത് സെരക്കുട്ടിയുടെ കണ്ടില്ലേ, പേപ്പർ സോപ്പാണ് കേട്ടോ സെരക്കുട്ടിയുടെ. നമ്മൾ ഇന്നലെ നമ്മളുടെ ആദായക്കടയിൽ പോയില്ല, അപ്പൊ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. സീരിയസ്ലി നല്ല സ്മെല്ലുണ്ട്. നീ നോക്കിയാ കേട്ടോ, നല്ല മണമുണ്ട്. അതിന്റെ ഫ്ലേവറിന്റെ പേരെന്താ? ചെറി. കൊള്ളാട്ടോ. പിള്ളേർക്ക് എന്തൊക്കെ ഐഡിയാസ് നമ്മുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളുടെ ഒക്കെ ആ ഒരു 90s ആ ടൈമിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. ഇപ്പൊ ഇതെല്ലാം ഉണ്ടല്ലോ, അവൈലബിൾ ആണ്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാറുണ്ടല്ലേ. വായന്ന് മിഠായി ഇറക്കിയിട്ട് വർത്താനം പറയുന്നത്. അപ്പൊ അതാണ്. അപ്പൊ നമ്മളുടെ അണ്ടാവ് പോലത്തെ ചായ ഗ്ലാസ്സില് ഞാൻ എന്തായാലും കഴിക്കട്ടെ. ഞാനല്ല, നമ്മള് ചായ കുടിക്കട്ടെ. അപ്പൊ എല്ലാവരുടെയും നോമ്പുതുറയും കാര്യങ്ങളൊക്കെ എവിടെ വരെയായി അപ്പൊ കമന്റ് ചെയ്യുക. അപ്പൊ എന്താ പറയാ, അടിപൊളിയല്ലേ നോമ്പൊക്കെ എടുത്ത് ഫുഡ് കഴിക്കുമ്പോ നല്ലൊരു ഉന്മേഷമല്ലേ. അപ്പൊ എല്ലാവർക്കും ആ ഒരു പ്രാർത്ഥനയുടെ ആ മാസത്തിന്റെ ആശംസകൾ. എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. അപ്പൊ ഞാൻ അടുത്ത ഒരു ഡിഷസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ദേ നമ്മളുടെ മൂവി ആരംഭിച്ചിട്ട് പകുതിയായില്ല കേട്ടോ, ഒരു കാൽ ഭാഗം കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ഞാനിപ്പം നമ്മുടെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വന്നപ്പം കുറച്ച് ലേറ്റായി. ഞാൻ അവരോട് പറഞ്ഞു പ്ലേ ചെയ്തോളൂ, കുഴപ്പമില്ല. കാരണം വേറൊന്നല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മൂവി കാണാനും അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും എനിക്ക് ഇല്ലയെന്ന് വേണം പറയാൻ. കാരണം അത് ഞാൻ പണ്ടേ അങ്ങനെയാട്ടോ. എനിക്ക് പണ്ടും എൻ്റെ ചെറുതിലെ എനിക്കിഷ്ടം ഈ പഴയ പടങ്ങളാണ്. 80s അതേപോലെ തന്നെ 70s മൂവിയൊക്കെ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ 80s 90s മൂവിയാണ് ഇപ്പോഴും ഞാനിങ്ങനെ, നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം അതിരുന്ന് കാണും, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുമുളകും സീരിയസ് ഇരുന്ന് കാണും. ഇപ്പോൾ അല്ല, പണ്ടത്തെ ഉപ്പുമുളകും സീരിയസും. ഇപ്പോഴത്തെ ഉപ്പുമുളകും സീരിയസും വലിയ കാര്യമല്ല. അപ്പം അതുകൊണ്ടിട്ട് ഈ പറഞ്ഞതിൽ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ട് കണ്ടോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് ഗ്യാദർ ചെയ്യിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഈ മൊബൈൽ ഫോൺ വന്നതോടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, 3 പേരും 3 സ്ഥലത്താണെന്ന് പറയത്തില്ലേ. പിന്നെ ഇവയ്ക്ക് അങ്ങനെ അഡിക്ഷനും ഇല്ല കേട്ടോ. ഇവയ്ക്ക് അങ്ങനെ വലിയ അഡിക്ഷൻ ഇല്ല. സെറക്കുട്ടിക്ക് ഉണ്ട് ഗെയിമിനോടുള്ള അഡിക്ഷൻ, സാമിനും ഉണ്ട് നല്ല ഗെയിം കളി. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മൂവി ഇട്ടിട്ട് ഒരു ചായയും പലഹാരവും ആയിട്ട് ഇരുന്നാൽ അവരവിടെ ഇരുന്നോളൂ.
ഇത് വന്നിട്ട് നമ്മളുടെ സാമിൻ്റെ കാലാണെങ്കിൽ അന്ന് പെഡിക്യൂർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആഫ്റ്റർ കെയർ ചെയ്യണമെന്ന് ഈ മനുഷ്യനോട് പറഞ്ഞായിരുന്നു കേട്ടോ, പക്ഷേ ചെയ്തിട്ടില്ലായിരുന്നു. പുള്ളിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഗെയിം കളിച്ച് വെക്കേഷൻ ആണെന്നൊക്കെ ഉള്ളത് സത്യമാണ്, പക്ഷേ വെക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കാലിലെങ്കിലും ഒന്ന് മസാജ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പം എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ നീ ചെയ്ത് താടി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഓക്കെ കുറച്ച് നേരം എനിക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാനും നല്ലൊരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു. ബിക്കോസ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ആ സന്തോഷത്തിൽ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് മാക്സിമം പുള്ളിക്കാരനെ അങ്ങോട്ട് സുഖിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ നെറ്റിയിലും അതേപോലെ തന്നെ നെറ്റിയിലും ഫേസിലാണ് കേട്ടോ നല്ലതായിട്ട് സൺബേൺ വന്നായിരുന്നു. സൺബേൺ വന്നത് വേറൊന്നല്ല, ഒത്തിരി ഡയറക്റ്റായിട്ട് സൺ എക്സ്പോഷർ ആവേണ്ട ഒരു അവസ്ഥ വന്നു. ആൾ സൺസ്ക്രീൻ തേക്കാനൊക്കെ മടിച്ചിട്ട് അതൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് പറ്റി, പുള്ളിക്കാരൻ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ അത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെയൊക്കെ ടാനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അവിടെ ഒരു കറുത്തൊരു ഇത് തന്നെ അങ്ങ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, ടോപ്പിക്കൽ ക്രീമുണ്ട്, അതേപോലെ തന്നെ കഴിക്കേണ്ടതായിട്ടുള്ള മെഡിസിൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലായിട്ടുള്ള അതിനുള്ള ഒരു കാർബൺ ലേസറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നിർത്തി വന്നിട്ട് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും ആൾ ആഫ്റ്റർ കെയർ ചെയ്യില്ല എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ചെയ്യുന്ന എമൗണ്ട് വെറുതെ ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് നേരം കൂടി ഒന്ന് മസാജ് ചെയ്ത് താടി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമാണ് പുള്ളിക്കാരന്, മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അപ്പം ഞാനും കരുതി കുഴപ്പമില്ല പാവം കുറച്ച് നേരം നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിരുന്നത് ഇവയായിരുന്നു കേട്ടോ. ഇപ്പം ഇവയ്ക്ക് പകരം നമ്മുടെ സെരക്കുട്ടിയാണ് ചെയ്യാറുള്ളത്. പക്ഷേ സെരക്കുട്ടി എന്തോ കാര്യത്തിൽ പഠിക്കുമായിരുന്നു, നാളെ എക്സാം അല്ലേ, അവൾ പഠിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക തല മുതൽ പാദം വരെ ഭയങ്കര ഒരു എഫക്റ്റ് ആയിരിക്കത്തില്ലേ. ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ ചെയ്യുന്നത്, ആ സമയങ്ങളിൽ നിന്നല്ല ഇപ്പോഴും അതെ, ഞാൻ എൻ്റെ കാലെടുത്തിട്ട് പുള്ളിക്കാരൻ്റെ തൈസിൽ വെക്കും, പുള്ളിക്കാരൻ്റെ കാലെടുത്തിട്ട് എൻ്റെ തൈസിൽ വെക്കും. അപ്പം നമുക്ക് ഓപ്പോസിറ്റായിട്ട് മസാജ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്തു തരാമെന്നുള്ളൊരു എന്താ പറയണത് ഒരു ഉറപ്പിലാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതെങ്കിൽ പുള്ളിക്കാരൻ്റെ മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാടി എന്ന് പറയും. പിന്നെ ആ പരിസരത്ത് മഷിയിട്ട് നോക്കിയ ആളെ കാണത്തില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിലാണ് പോകാറുള്ളത്. പിന്നെ ഇപ്പം എനിക്ക് ചെയ്യാൻ തോന്നിയില്ല, അത്രയേ ഉള്ളൂ. ഇത് നമ്മളുടെ സെരക്കുട്ടിയുടെ ഒരു കുഞ്ഞി കലാവിരുതാണ് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ നോക്കിയിട്ട് അവളിങ്ങനെ വരയ്ക്കും. അവൾക്ക് അതുകൊണ്ടിട്ട് ഇപ്രാവശ്യം എന്തോ സ്കൂളിൽ എന്തോ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നതും അതേപോലെ പെയിൻറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണല്ലോ കുട്ടികൾ, അവർക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം അവർക്ക് പിന്നെ അതിൽ കുറച്ചും കൂടെ അവർക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ നമ്മളുടെ ഐറ്റംസ് എല്ലാം വന്നു, ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് സംഭവങ്ങളൊക്കെ വന്നു. അതിന് ഒത്തിരി ലേറ്റ് ആയിരുന്നു വന്നപ്പം, രാത്രി ആയിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഡോർ ടു ഡോർ ഡെലിവറി ആണല്ലോ, നമുക്ക് ചെന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ കുറച്ച് നോൺ വെജ് ഇതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നോൺ വെജിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാനും കുട്ടികളുള്ളപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇനി ഓർഡർ ചെയ്യാൻ പറ്റും, കാരണം പിള്ളേർക്ക് മാത്രം മതിയല്ലോ, എനിക്ക് വേണ്ടല്ലോ. പക്ഷേ സാം ഉള്ളപ്പോൾ നമുക്കത് പറ്റില്ല, ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടേ. ഓർഡർ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സവാള ശരിക്കും 5 കിലോ ഓർഡർ ചെയ്തു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. എന്നിട്ട് ഞാനൊരു മുറം വാങ്ങിച്ചിട്ട് ഇങ്ങനെ സവാള നിരത്തിയിട്ടു. ഇനിയിപ്പോൾ അത് ഉണക്കാം, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. അത് ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള പ്രശ്നം എനിക്ക് പറ്റുന്ന അതാണ് കേട്ടോ, മാറിപ്പോകും ക്വാണ്ടിറ്റി. പക്ഷേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഭയങ്കര യൂസ്ഫുൾ അല്ലേ. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്തേനല്ലേ ഈ രാത്രിയൊക്കെ പെട്ടെന്ന് ആവശ്യം വന്നാൽ. നമ്മുടെ കോക്കനട്ട്, തേങ്ങ, പിന്നെ കുറച്ച് നമ്മളുടെ നോൺ വെജ് വാങ്ങിച്ചിട്ടുണ്ട്. അത് മെൽറ്റായി. ചിക്കൻ ലെഗും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് വെക്കാം. നാളത്തേക്കുള്ള പരിപാടി. ഞാൻ ഒരു ഉറക്കത്തിലേക്ക് പോവായിരുന്നു. സമയം ഏകദേശം 10:20 എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ വ്ലോഗ് പോകുന്നത്. പിന്നെ ഞാനേ എപ്പോഴും ചെയ്തൊരു പരിപാടി കേട്ടോ,
നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നാലും ഐറ്റം നോക്കിയിട്ട് അതിലുണ്ടോ നോക്കും, ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കും. കാരണം എനിക്ക് ഒരുപാട് അബദ്ധം അങ്ങനെ പറ്റാറുണ്ട്. ചില സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആവാറുണ്ട്, ചില സമയത്ത് ഐറ്റം മിസ് ആവാറുണ്ട്. അതുകൊണ്ടിട്ട് നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇനി ബില്ലൊക്കെ ഒന്ന് നോക്കി ടിക്ക് അടിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ അവരെ വിളിച്ച് പറയാമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം അടുത്ത വിശേഷം ഉണ്ടാവും കേട്ടോ. അവിടെ ഏകദേശം എല്ലാ കാര്യങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നോമ്പ് തുറയുടെ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. മേ ബി അതിന് മുമ്പ് തന്നെ എല്ലാവരും വന്നിട്ട് വാങ്ങിയിട്ട് പോകുമല്ലോ, അതുകൊണ്ട് എല്ലാം തീർന്നായിരുന്നു. വെജിൻ്റെ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മായക്കൂടെ ബോണ്ട് മാത്രമുള്ളായിരുന്നു. എനിക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ച ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാനിത്തിരി കുറയ്ക്കുകയാണ്. എനിക്ക് വീട്ടിലെ ഉരുളക്കിഴങ്ങ് വെച്ച ഐറ്റംസ് കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഇത്തിരി പ്രശ്നം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ പുറത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബോഡി അത് റിജക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് ഗ്യാസ് പോകുന്നത് മേളിൽ കൂടിയാണ്. അതായത് ഇങ്ങനെ ഉരുണ്ട് കളിക്കും, നെഞ്ചിൻ്റെ അങ്ങോട്ട് പോകും, നെഞ്ചിൻ്റെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് പറയുമ്പോൾ എല്ലാവരും കളിയാക്കും, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, നിർത്തിയിട്ടില്ല തീർത്തും, എന്നാലും ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് എന്ത് കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടിട്ട് ഞാനൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുള്ളി പോട്ടെ, പുള്ളി പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാം. പക്ഷേ ഡയറ്റൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലെന്നേ. എനിക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്നൊക്കെ ആയിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറലോ പ്രായം ആയതുകൊണ്ടൊക്കെ ആയിരിക്കണം, എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നം വരുന്നു. അതുകൊണ്ട് ഡയറ്റ് എടുത്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. എന്നാലും കഴിക്കുന്ന ഫുഡ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കുറച്ച് നമുക്ക് എന്താ പറയുക ക്വാളിറ്റി കൂട്ടി കഴിക്കാമെന്ന് കരുതി. നല്ല നല്ല എന്താ പറയുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമിൻ്റെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോളെ എങ്ങനെയാണ് ട്യൂഷന് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഉള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം മെട്രോയിൽ പോകുന്നതാണ് ലാഭം, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് കിട്ടും നമുക്ക്. അങ്ങനെ വന്നിട്ട് ഇതാ നമ്മുടെ ഐസ്ക്രീം വന്നു. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഇവ പറയുമായിരുന്നു വീഡിയോ എടുക്കട്ടെ, എന്നതിന് ശേഷം കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ വന്നതിന് ശേഷം അവരുടെ വന്നു. അപ്പോൾ സെറക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവൾക്ക് ഈ ഫലൂഡ ഒന്നും ഇഷ്ടമല്ല. കാരണം ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഐസ്ക്രീമിലിട്ടിട്ട് കിടന്നിട്ട് പുലമ്പി കൊടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾക്ക് വേറെ എന്തോ ഓറിയോ ഷേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ടൊരു ഷേക്ക് കുടിക്കാൻ കാരണം അല്ലെങ്കിൽ ഫലൂഡ കഴിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൻസ് ഡേ ആയിരുന്നു വന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ടത് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പിന്നെ ഹെവി ആയിട്ട് വേറെ കഴിക്കാൻ തോന്നിയില്ല. ഇത് തന്നെ ഒരു ഹെവിയാണ്, എന്നാലും വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. ഇവരാരും വേറെ ഒന്നും കഴിച്ചില്ല, ഞാനാണ് പിന്നെയും ആ സ്നാക്സ് കഴിച്ചത്. ഇത് കണ്ടോ, ഇത് സാമിൻ്റെ ആണ് കേട്ടോ. അടിപൊളിയല്ലേ, അധികം തന്നില്ലായിരുന്നു കേട്ടോ, ഞാൻ എല്ലാം പുള്ളി തന്നെ കഴിച്ചു. പിന്നെ ദേ ഈ കട, ഇത് വന്നിട്ട് ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ്. ദുബായ് ഷോപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പം ആദ്യമായിട്ട് ഞങ്ങൾ വീട്ടിലെടുത്ത് വന്നപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഐറ്റംസ് ആണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക്സൊക്കെ നല്ല വേറെ പ്രശ്നമൊന്നുമില്ലാത്ത പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ടേബിളാണ് എനിക്ക് കിട്ടിയത്. ചപ്പാത്തി പരത്തുന്ന ടേബിൾ മാർബിളിൻ്റെ കിട്ടി. അതും നല്ല ആദായമാണ്, 100 രൂപയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോപ്പിടത്തില്ലേ സിങ്കിൻ്റെ അവിടെ നമ്മൾ ഡിഷ് വാഷറിൻ്റെ ആ ഒരു സംഭവം എടുത്തു. അത് ഇതുപോലത്തെ എടുത്തു. അതെടുത്തത് എൻ്റെ ചീത്തയായിപ്പോയി, അപ്പോൾ ഇതേപോലത്തെ എടുത്തു. പിന്നെ അതിനുശേഷം കണ്ട സെറാമിക്സിൻ്റെ ഭരണികൾ, കൽഭരണികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം ഞാനെടുത്തു. പിന്നെ ഒന്നും എനിക്ക് എടുക്കാനും വേണ്ടും അത്ര നമുക്ക് കണ്ണിൽ എന്താ പറയുക, കണ്ണിൽ പിടിക്കുന്ന വേറെ ഒന്നും അങ്ങനെ കണ്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ എടുത്തു, അത്രേ എടുത്തുള്ളൂ. പിന്നെ സെറാമിക്സിൻ്റെ ഒരുപാട് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്ലോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. ക്ലോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്രാൻഡൊന്നും ആയിരിക്കത്തില്ലല്ലോ, എന്നാലും ഞങ്ങൾ ഒരെണ്ണം എടുത്തു. കാരണം നമ്മുടെ ഡൈനിങ്ങിൻ്റെ ക്ലോക്ക് ചീത്തയായിപ്പോയി, ബാറ്ററി ഇട്ടിട്ടും വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഒരെണ്ണം എടുത്തു കേട്ടോ. അപ്പം അതും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം സമയം ഒരുപാട് ലേറ്റ് ആയിരുന്നു. പിന്നെ പാക്കപ്പാണ് ചെയ്തത്. ഇതല്ല ഞങ്ങളെടുത്ത ക്ലോക്ക്. ഇതിപ്പം ചേട്ടനെടുത്തിരുന്ന ക്ലോക്ക് എനിക്ക് പെട്ടെന്ന് ഇഷ്ടമായി കണ്ടപ്പം. പക്ഷേ അടുത്ത് പിടിച്ച് നോക്കിയപ്പം ഒട്ടും വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ഫീല് തോന്നി. അപ്പം വേറെ മാറ്റി പിടിച്ചു. പിന്നെ ഫൈനൽ ബില്ലിങ്ങിൻ്റെ അടുത്തെത്തി. പുതിയ മുറം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇത് നമ്മളുടെ മുഷിഞ്ഞ തുണിയിടാനുള്ള ഒരു ബാസ്ക്കറ്റ്, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം തലമുടിയൊക്കെ ഒന്ന് അയച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് മുടിയാണെങ്കിൽ കുടുംബി കെട്ടി വെച്ചു.
പിന്നെ ഇതേ നമ്മളുടെ ചുണ്ടിൽ ലിപ് ബാം ഇട്ടു. മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായത് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നീഷോയേ എന്തുമായിരുന്നു, രാവിലെ തുടങ്ങിയ ഓട്ടമാണ് കേട്ടോ. പിന്നെ സെറക്കുട്ടി ലേസ് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് നിർത്തിക്കോളണം, നമ്മളൊക്കെ അടുത്ത മാസം തൊട്ട് നല്ല നല്ല ഫുഡിലോട്ട് കിടക്കാൻ പോവാണ്, അവസാനത്തെ കഴിക്കുക എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് കൊച്ചിനോട്. കാരണം ലേസ് എനിക്ക് കൊടുക്കുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ കിടന്ന് കരയുമ്പോൾ ഞാൻ രക്ഷയില്ലാണ്ട് വാങ്ങിച്ചു കൊടുക്കും. കരയില്ല, ഇങ്ങനെ മുഖമൊക്കെ മാറും അവളുടെ. പക്ഷെ എന്നാലും ഞാൻ ഇനിയും കുറച്ച് കുറയ്ക്കും. പിന്നെ ഇത് ഫിസിയോജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്, മോയ്സ്ചറൈസർ. ഞാൻ രാത്രി അങ്ങനെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യത്തില്ല, രാത്രി ഒന്നും അപ്ലൈ ചെയ്യാറില്ല. ഇപ്പം എൻ്റെ ഫേസിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഫേസ് വാഷ് മാറ്റി പിടിച്ചു. ഫേസ് വാഷ് ആയിരുന്നു എൻ്റെ പ്രശ്നം. ഇപ്പം എൻ്റെ ഫേസിൻ്റെ ആ റഫ്നെസ്സും കാര്യങ്ങളൊക്കെ പോയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ അതിനിടയിൽ ഞാൻ പിന്നെയും ഇവരൊരു പ്രാവശ്യം കടയിൽ ഞാൻ വിട്ടായിരുന്നു കേട്ടോ. കാരണം ബ്രെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പാലും എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അത് വാങ്ങാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ടിട്ട് അതുകൂടെ വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം ഇനി എടുത്ത് വെക്കുന്ന പരിപാടിയാണല്ലോ. അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങണം. അത്ര അധികം ക്ഷീണമുണ്ട് കേട്ടോ. ഈ പാലാണെങ്കിൽ ഭയങ്കര ചിലവാണെന്ന് ഇവിടെ. നമ്മുടെ പുതിയ എന്താ പറയാ, മൺചട്ടി ഇല്ലേ, മൺചട്ടി വാങ്ങിച്ചിട്ട് ഞാൻ സീസണിങ് ചെയ്തിട്ട് എടുത്തതാ കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ മറ്റേ ഇതില്ലേ കാര്യമായിട്ടും ചെയ്തില്ല. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പം അതിലിങ്ങനെ ചായപ്പൊടിയും പിന്നെ നമ്മുടെ എമ്മിലിയൊക്കെ ഇട്ട് ചെയ്യണ പരിപാടി കുറെ കാണിച്ചു. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് കഞ്ഞിവെള്ളം, ഇപ്പം 3ാമത്തെ ദിവസമാണ്. ആദ്യ ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചു, തിളപ്പിച്ച് വെച്ചിച്ചു. പിന്നെ സെക്കൻഡ് ഡേ നോർമൽ ഓവർനൈറ്റ് കഞ്ഞിവെള്ളം വെച്ചു. ഇപ്പം തേർഡ് ഡേ ഓവർനൈറ്റ് ഇന്ന് രാവിലെ വെച്ച കഞ്ഞിവെള്ളമാണ്. അപ്പം ഈ സമയവുമ്പോൾ കളയാനും അപ്പം ഇപ്പം ചട്ടി മയപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഒരു പരിപാടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മൺചട്ടിയിൽ സോപ്പ് ഇടാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനങ്ങനെ മൺചട്ടി യൂസ് ചെയ്യാത്തില്ല, വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ യൂസ് ചെയ്തപ്പം ചിലപ്പം അവർ സോപ്പൊന്നും യൂസ് ചെയ്ത് കാണില്ല കേട്ടോ. കാരണം ആ ടൈമിൽ നമ്മൾ കിച്ചണിലേക്ക് ഒന്നും കയറാറില്ലല്ലോ. ഫുഡ് തരും കഴിക്കും, ഫുഡ് തരും കഴിക്കും. അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ പറഞ്ഞു മൺചട്ടിയിൽ സോപ്പ് ഇടാൻ പാടില്ല, കുഞ്ഞു പോഴ്സ് ഉള്ളതുകൊണ്ടിട്ട് അതിലേക്ക് സോപ്പിൻ്റെ അംശം കയറാൻ ചാൻസ് ഉണ്ട് അത്ര. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് കളഞ്ഞിട്ട് നമ്മളൊരു പരിപാടി ചെയ്യും. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഒരു ഞാൻ കാണിച്ചു. എനിക്ക് ഈ മൺചട്ടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൺചട്ടിയിൽ പാചകം ചെയ്യണം കാണുന്നതൊക്കെ എനിക്ക് അങ്ങനത്തെ കുറേ വില്ലേജ് കുക്കിംഗ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് അത്ര വലിയ ക്രേസ് ഒന്നുമല്ല, പക്ഷെ അങ്ങനത്തെ കുക്കിംഗ് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൺചട്ടി യൂസ് ചെയ്യുന്ന ഇഷ്ടമാണ്. മോളെ പ്ലീസ് RIP ആക്കല്ലേ കേട്ടോ. എന്താ സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചത് കേട്ടോ. ഇതറിയാവുന്നവരുണ്ടാവും, ദയവായിട്ട് എന്നെ പൊങ്കാല ഇടരുതാരും. കടലമാവില്ലേ, നമ്മുടെ കടലമാവ്, കടലമാവ് ഡീസൽ പൗഡർ അല്ലേ ഈ പൗഡർ. കടലമാവ് ഇത്ര ഉണ്ട് കേട്ടോ, ഇത്തിരി കൂടിപ്പോയി. കടലമാവ് ഇട്ടിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഞാനൊരു ചാനലിൽ കണ്ടതാണ്, ഒരു യൂട്യൂബിൽ ഒരു ഇത്ത ചെയ്യുന്നത് കണ്ടതാണ് കേട്ടോ. പക്ഷെ ഇത്ത ഇങ്ങനെ വാളംപുളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഇത്ത സംഭവം ചെയ്യുന്നത്. വാളംപുളി ബാക്കില് കൺസ്ട്രക്ഷൻ കണ്ടോ. സമയം ഏകദേശം രാത്രി 11 മണിയായി. ഈ സമയത്താണ് പണി നടക്കുന്നത്. എത്ര ഉത്തരവാദിത്തമുള്ള ചേട്ടന്മാരാണല്ലേ ബംഗാളികള്. വേറെ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ, പുക്കാട്ടുപടിയിൽ ഇപ്പം വർക്കേഴ്സ് ആയിട്ട് ബംഗാളികളെ ഉള്ളൂ, മലയാളികളൊന്നും കാണാനില്ല. ഉത്തരവാദിത്ത ബോധം അവരുടെ. കറക്റ്റ് 7 മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ അവര് ഇല്ല, അവര് ആ ഒരു സഹോദരന്മാര് കറക്റ്റ് ഒരു 7 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അവരവരുടെ ടൂൾസ് എടുത്ത് വർക്ക് സൈറ്റിൽ കയറിയിരിക്കും. നല്ലൊരു ഡെഡിക്കേഷൻ അല്ല അവർ ചെയ്യുന്നത്. അവർക്ക് അവര് എന്താ പറയുക, ഡിസേർവ് ചെയ്യണ ഒരു തുക തന്നെയാട്ടോ അവർക്ക് കൊടുക്കുന്നത് എല്ലാവരും. നല്ല കാര്യം അല്ലേ, അവരത്ര വർക്ക് ചെയ്തിട്ടല്ലേ. നമ്മൾ പറഞ്ഞ മാറ്റി എന്ന് പറയുമ്പോഴല്ലോ ഡീസൻ പൗഡർ. അപ്പൊ കണ്ടോ, ഡീസൻ പൗഡർ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ ചെടിച്ചട്ടിയല്ല ചീനച്ചട്ടി ഒന്ന് കഴുകി. ഞാൻ പാതി ഉറക്കത്തിലാണ് കൂട്ടരെ, മയക്കത്തിലാണ്. അതാണ് ഈ ഇടയായിട്ട് ഞാൻ ഭയങ്കര ഉഴപ്പാവുന്നുണ്ടെന്ന് കണ്ടപ്പോ നമ്മൾ ഇതിട്ടിട്ടൊന്ന് ഇങ്ങനെ കഴുകി വെക്കുക. ഇനിയിപ്പോ കഞ്ഞിവെള്ളം ഒന്നും ഒഴിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ 3 ദിവസം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചു. അതിന്റെ പക്ഷെ ചട്ടി നല്ല ചട്ടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി നാളെ നമുക്ക് ഹസ്ബൻഡായിട്ട് പോയിട്ട് കുറച്ച് ചെമ്മീൻ വാങ്ങാമെന്നായിരിക്കും. അപ്പൊ ചെമ്മീൻ ഇവിടെ ഇഷ്ടമാണല്ലോ ഹസ്ബൻഡിനും. എനിക്ക് ഇഷ്ടമല്ലേ ചെമ്മീൻ.
ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് അത്ര വലിയ കാര്യമല്ല ഇപ്പൊ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെന്നൈയിൽ ഒലത്താം എന്ന് കരുതി. ഒലത്താം തന്നെയല്ലേ പറയുന്ന ദൈവം. ഇത് വേറെ വല്ല വാക്കാവോ ഓർക്കാൻ? കാരണം ചില ചേച്ചിമാരും ചേട്ടന്മാരും ചേച്ചിമാരുടെ ഭാവത്തിലൊക്കെ വന്നിട്ട് എന്താന്ന് അറിയില്ല, നല്ല ചീത്തയാണ്. അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് ഈയിടെയായിട്ട്. എന്നാലും ഞാൻ വീഡിയോ ഇട്ടിരിക്കും കേട്ടോ. ഇപ്പം ഇത് അതുകൊണ്ടിട്ടൊന്നുമല്ല, എനിക്ക് ഇത്തിരി തിരക്ക് കൂടിപ്പോയി. നമുക്ക് കുറച്ച് പ്ലംബിങ്ങിൻ്റെ വർക്ക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ പ്ലംബേഴ്സിനെ കിട്ടുന്നില്ല, അവരൊക്കെ തിരക്കില്. പിന്നെ അതേപോലെ ഇലക്ട്രിക് വർക്ക് ഉണ്ട്, അതിന് ആളെ കിട്ടുന്നില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും ഇങ്ങനെ നോക്കി, നമ്മൾ ഫോണിലൊന്നും വിളിച്ചിട്ട് വരാമെന്ന് പറയും, ആരും വരില്ല. അപ്പം അവരെ നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റുന്നില്ല. അപ്പം ആ ഒരു ടെൻഷനിലും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം എടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. അപ്പം അതുകൊണ്ടിട്ടാണ്. അപ്പം അതാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാം. അതിനെ മാക്സിമം ഇടാം കേട്ടോ, എന്നാലും കാണുന്ന എല്ലാവർക്കും പാർട്ട് ടൈംസ്. അപ്പം നമ്മുടെ ചട്ടി റെഡിയാണ്, സുന്ദരി ചട്ടി. അപ്പം സുന്ദരി ചട്ടി ഇവിടെ ഇട്ട് ശരിക്കും ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിത്തിരി എനിക്ക് തോന്നുന്നു ചൂടാക്കിയിട്ട് ഉണക്കിയിട്ട് അതിൽ വന്നിട്ട് നമ്മളിത്തിരി വെളിച്ചെണ്ണയില്ലേ, നോർമൽ എന്തായാലും വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിലായാലും ഒന്നിങ്ങനെ എന്താ പറയാ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കാം. ഇതൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ മറ്റേ എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ മറ്റേത് എന്താണ് കഞ്ഞോളം ഇട്ടിട്ട് വറ്റിച്ചു ആദ്യത്തെ ദിവസം. എന്നിട്ട് വറ്റിച്ചതിന് കഞ്ഞോളിട്ട് ആ ദിവസം ഓവർനൈറ്റ് ഞാൻ വെച്ചു സംഭവം. പിറ്റേ ദിവസം നമ്മുടെ രാവിലെ തന്നെ ചട്ടി ഒന്ന് ഈ കടൽമാവിട്ട് കഴുകിയിട്ട് പിന്നെ ഞാനിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അതിനെ ഓക്കെ ആക്കി എടുത്തു. പിന്നെയും കഞ്ഞിവെള്ളം ഇട്ട് വെച്ചു. പിന്നെ ഒരു 8 മണിക്കൂറെങ്കിലും വെക്കും, പിന്നെയും കളയും. ഇപ്പം പിന്നെയും വെച്ചു. ഇതിപ്പോൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഓവർ ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ചട്ടി ഏകദേശം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം കടലമാവിൻ്റെ ആ ഒരു മണമേ ഉള്ളൂ. എന്തായാലും എടുക്കുമ്പോഴേ നമ്മൾ കഴുകുമല്ലോ. അപ്പം ഇത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഉണങ്ങട്ടെ, നാളെയും ഞാൻ എടുക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ രീതിയിൽ ഞാൻ സീസണിങ് ചെയ്തതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ, ഇതുപോലെ ഒന്നുമല്ല, നല്ല രീതിയിൽ ഒരുപാട് ചെയ്ത ചേച്ചിമാരൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത പരിപാടി നമുക്ക് ഏകദേശം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. വലിയ പൊടിയൊന്നുമില്ല, ഇപ്പം ഇടുന്നില്ല. പിന്നെ സാമ ഉള്ളത് കൊണ്ടിട്ടേ കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ പണ്ടത്തെ പോലെ ആ ഒരു ഇത് കിട്ടുന്നില്ല, ഫ്ലോ കിട്ടുന്നില്ല. പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കൂല, അവിടെ ഇവിടെ കൊണ്ടൊന്നും ഇടും. ഞാനും ഹസ്ബൻഡും തമ്മിൽ ഷണ്ടയാണ്. അതുകൊണ്ട് മിക്കവാറും സമയം ഞങ്ങൾ തമ്മിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനല്ല ഷണ്ട പിടിക്കണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിട്ട് അടിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തെങ്കിലും എടുത്ത് അവിടെ വെക്കും, ഞാനാണെന്നുണ്ടെങ്കിൽ പുറകെ നടന്നിട്ട് അതെടുത്തിട്ട് വേറെ സ്ഥലത്ത് വെക്കും. ലാസ്റ്റ് നാളെ വന്നിട്ട് പുള്ളി അത് അവിടെ അന്വേഷിക്കും, അവിടെ കാണത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ തല്ല. എനിക്കാണെങ്കിൽ ഈ OCD സിൻഡ്രോം പ്രായമാവുന്നതോറും വളർന്നു വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വെച്ചെടുത്ത് മാറുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ്. ഡൈനിങ് ടേബിളിൽ എടുത്തിട്ട് എന്താ പറയുക, വണ്ടിയുടെ കീയും അതേപോലെ തന്നെ വണ്ടിയുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഒട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടിട്ട് വീട് നമ്മുടെ ഈ ഒരു 4 വയസ്സുള്ളൊരു കൊച്ച് നമ്മുടെ വീട്ടിൽ ഓടിക്കളിക്കില്ലേ, അതേപോലെയാണ് ഇപ്പം അവസ്ഥ. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് എന്തായാലും വീടൊന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ നോക്കാം. വീടല്ല, കിച്ചണിൽ നമുക്ക് നമ്മുടെ പുതിയ ബുദ്ധ വന്നു. കൊള്ളാലോ, എടുത്ത് കണ്ട ഇത് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇത് വന്നത് ഇപ്പം ഞാൻ പുതിയത് ഇറക്കിയതാണ് കേട്ടോ. സൂപ്പർ അല്ലേ? അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്മെല്ലാണ് നല്ല നമ്മളുടെ കോൺ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, കട്ട് ചെയ്തോ. പൈനാപ്പിളിന്റെ കോൺസ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പൈനാപ്പിളിന്റെ അഗർബത്തീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ കോൺസ് നല്ലതായിരിക്കത്തില്ലേ? ഇത് ആദ്യമായിട്ട് എനിക്ക് എത്ര 20 രൂപ ഉള്ളു കേട്ടോ ഒരെണ്ണത്തില്. അധികം ഇല്ല, എന്നാലും ഉണ്ട്, അധികം ഒന്നും ഇല്ല. അത്യാവശ്യം കോൺസ് ഉണ്ട്. എത്ര ഉണ്ടെന്ന് ഞാൻ പറയാലോ. എത്രണ്ണോ 12 എണ്ണം ഉണ്ട്, മതിയല്ലോ. 12 എണ്ണം 20 രൂപയ്ക്ക് ലാഭമല്ലേ? നമുക്ക് ഇതും കൂടി കത്തിച്ച് ഒന്ന് നമ്മുടെ അന്തരീക്ഷം ശുദ്ധമാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം. ഞാൻ പാതി മയക്കത്തിലാണ് ആക്ച്വലി. റിപ്പീറ്റ് അടിക്കുന്നുണ്ടല്ലേ, പാതി മയക്കത്തിലാണ്. എന്താ പറയാ, ഞങ്ങള് നാളെ കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസ് ഇടാവേ, എല്ലാരും കാണണേ. കണ്ടിട്ട് എല്ലാവരും നമ്മുടെ പണ്ടത്തെ പോലെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയാൻ പോയത്, വീഡിയോ
നിങ്ങൾ എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് വീണ്ടും സന്ധിക്കും വരെ കുട്ടി പറയൂ, വണക്കം പറയൂ. ഓക്കെ ബൈ. അപ്പൊ നമ്മളുടെ ഇതൊക്കെ നല്ല ഇനിയിപ്പോ നമ്മുടെ എൻറ്റയർ അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ല ഡിവൈൻ ഫീലിംഗ് വരുത്തിയിട്ട് let's go to bed. Good night. അപ്പൊ നമുക്ക് കിടന്നുറങ്ങാം മക്കളെ. ഇനിയിപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി വരാം. അപ്പം നമുക്ക് ബൈ, see you, love you.